ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് വെക്ടർ കാൽക്കുലസ് ആണ് ഡിസ്കസ് ചെയ്യുക. വെക്ടർ കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ ഹൗ ടു റെപ്രസെന്റ് എ വെക്ടർ ഫീൽഡ്. നമ്മളതാണ് ഓക്കെ. ഓക്കെ, വെക്ടർ കാൽക്കുലസ്. വെക്ടർ കാൽക്കുലസിൽ നമ്മൾ ഡീൽ ചെയ്യുക വെക്ടറും കറസ്പോണ്ടിങ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ട കോർഡിനേറ്റ്സിനെ കുറിച്ചൊക്കെയാണ്. നമ്മൾ അധികം ബേസിക്സ് ഒന്നുമില്ല, ഡയറക്റ്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് കടക്കാണ്. മെയിൻ ആയിട്ട് 4 കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. കാർട്ടീഷ്യൻ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം എക്സ് വൈ ഇസഡ്. ദെൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, ഇത് 2 ഡയമെൻഷനൽ ആണ്, ആറും തീറ്റയും മാത്രമേ ഉള്ളൂ. ഈ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം 3 ഡയമെൻഷനൽ ആകുമ്പോൾ നമുക്ക് സ്പെരിക്കൽ കിട്ടും, ആർ തീറ്റ ഫൈ. ദെൻ സിലിണ്ടറിക്കൽ ആർ ഫൈ ഇസഡ്. പിന്നെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ് അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഇതൊക്കെ. പിന്നെ എക്സ് നമുക്ക് വേരി ചെയ്യുക മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ, വൈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, ഇസഡും മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റം എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ, എക്സ് വൈ ഇസഡ്. ദെൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം, അതിലെ യൂണിറ്റ് വെക്ടർ ആർ ക്യാപ്പും തീറ്റ ക്യാപ്പും ആണ്. Then corresponding r varies from 0 less than or equal to r less than or equal to infinity.
തീറ്റ വേരീസ് ഫ്രം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. അതേപോലെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചിലര് ആർ തീറ്റ ഇസഡ് എടുക്കും, എല്ലാം ഏകദേശം ഒന്ന് തന്നെ. നമ്മളിവിടെ റോ 5 ഇസഡ് എടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ വെക്ടേഴ്സ് റോ 5 ഇസഡ് ആണ്. അതിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടേഴ്സ് റോ ക്യാപ്പ്, ഫൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ. ആർ എടുത്തു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആർ 5 ഇസഡ് എടുക്കാം, ആർ തീറ്റ ഇസഡ് എടുക്കാം. ഓക്കെ, അതിൽ ആർ റോ എന്ന് പറയുന്നത് വേരീസ് ഫ്രം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി, ആർ പോലെ തന്നെ. 5 വേരീസ് ഫ്രം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇസഡ് വേരീസ് ഫ്രം -ഇൻഫിനിറ്റി ടു +ഇൻഫിനിറ്റി. ദെൻ നമുക്ക് മറ്റൊരു കോർഡിനേറ്റ് സിസ്റ്റം കൂടെ പരിചയപ്പെടാറുണ്ട്, സ്പെരിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഈ സ്പെരിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്താന്ന് ചോദിച്ചാൽ, പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം 2 ഡയമെൻഷണൽ ആണെന്ന് പറഞ്ഞു. അതിന്റെ 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ആറും തീറ്റയും പ്ലെയിൻ പോളാർ പോലെ തന്നെ. നമുക്കൊരു അഡീഷണൽ ഫൈ ഉണ്ടാകും. പിന്നെ ഇവിടെ തീറ്റയുടെ ലിമിറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ്. ഫൈയുടെ ലിമിറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇത് വേഗം ഒന്ന് എഴുതിയെടുക്കട്ടോ എല്ലാവരും. ഒന്നുമില്ലല്ലോ, നമ്മൾ സാധാരണ കാണുന്ന നമുക്ക് 3-4 കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ഈ ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റം എന്തിനാന്ന് ചോദിച്ചാൽ, ചില പ്രോബ്ലംസ് ചില കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. എഴുതിയെടുക്കാം. അതിൽ കാർട്ടീഷ്യൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്, അതിൽ ഡൗട്ടൊന്നുമില്ല. ബാക്കി നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഫെമിലിയർ ആയിക്കോളും. പ്ലെയിൻ പോളാർ, സിലിണ്ടറിക്കൽ, സ്പെരിക്കൽ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞാൻ അടുത്തതിലേക്ക് പോവാണ്. നമുക്ക് കാർട്ടീഷ്യൻ കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, എഴുതി തീരാത്തത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർട്ടീഷ്യൻ ആണ്. കാർട്ടീഷ്യൻ എക്സ് ക്യാപ്, വൈ ക്യാപ്, ഇസഡ് ക്യാപ്. ഇതാണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. ഇതിൽ ഒരു വെക്റ്റർ ആർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു പോയിന്റ്, അതിന്റെ പൊസിഷൻ ആർ അല്ല, ഒരു പോയിന്റ് അല്ല, ഒരു വെക്റ്റർ ആർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, വെക്റ്റർ ആർ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എക്സില് അതിന്റെ കമ്പോണന്റ് ഉണ്ടാവും, വൈയിൽ അതിന്റെ കമ്പോണന്റ് ഉണ്ടാവും, ഇസഡിൽ അതിന്റെ കമ്പോണന്റ് ഉണ്ടാവും. ഞാൻ അതിനെ എക്സ് എക്സ് ക്യാപ് പ്ലസ് വൈ വൈ ക്യാപ് പ്ലസ് ഇസഡ് ഇസഡ് ക്യാപ് എന്ന് എഴുതി. അതായത് നമുക്കൊരു വെക്റ്റർ ആർ ഉണ്ട്, ഏതെങ്കിലും ഒരു വെക്റ്റർ ഉണ്ട്, അതിന്റെ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ഞാൻ എക്സ് എന്ന് എടുത്തു, വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ഞാൻ വൈ എന്ന് എടുത്തു, ഇസഡ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ഞാൻ ഇസഡ് എന്ന് എടുത്തു. നമ്മൾ വെക്റ്റർ ആർ എപ്പോഴും മെയിൻ ആയിട്ടും ഉപയോഗിക്കുക പൊസിഷൻ വെക്റ്ററിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. പൊസിഷൻ വെക്റ്റർ. നമ്മള് ഡി എക്സിൽ ഒരു ചെറിയ ഓക്കെ, ഇനി നമുക്ക് ഓരോ കോർഡിനേറ്റ് സിസ്റ്റത്തിനും മെട്രിക് എലമെന്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. മെട്രിക് എലമെന്റ്, അതിന്റെ ഫിസിക്കൽ മീനിങ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. മെട്രിക് എലമെന്റ് എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. H ഈക്വൽ ടു
ഡോ ആർ ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ മോഡ് ഡോ ആർ ബൈ ഡോ എക്സ്. ഇവിടെ ഡോ ആർ ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ 1 കിട്ടും, അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ 1 കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 h1. then h2 equal to dou r by dou y divided by modulus of dou r by dou y. It is equal to 1 by 1 തന്നെ കിട്ടും, 1 കിട്ടും. then metric element z ഡയറക്ഷനിലുള്ള മെട്രിക് എലമെന്റ് എന്താണെന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് ഡോ ആർ ബൈ ഡോ z ഡിവൈഡഡ് ബൈ ഡോ ആർ ബൈ ഡോ z. ഓക്കെ, കാർട്ടീഷ്യൻ സിസ്റ്റത്തില് മെട്രിക് എലമെന്റ് എല്ലാം 1 1 1 ആണ്. ഇനി ഓക്കെ, വെക്ടർ r equal to x x cap plus y y cap plus z z cap. then dr എടുത്താലോ, dx x cap plus dy y cap plus dz z cap. then ലെങ്ത് എലമെന്റ് പറയുകയാണെങ്കിൽ x ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റ് dx, y ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റ് dy, z ക്യാപ്പിന്റെ ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റ് dz. കാർട്ടീഷ്യനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. നമ്മൾ ഇതൊക്കെ സാധാരണ രീതിയിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എടുക്കുന്നതാ. ഈ മെട്രിക് എലമെന്റ് ഒക്കെ നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുമ്പോൾ എടുക്കുന്നതാ, പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമില്ല. ബട്ട് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും സിലിണ്ടറിക്കൽ സിസ്റ്റവും വരുമ്പോൾ നിങ്ങൾക്ക് ഈ മെട്രിക് എലമെന്റ് എന്താ, ലെങ്ത് എലമെന്റ്, അതൊക്കെ സെപ്പറേറ്റ് പറയുന്നത് എന്തിനാന്ന് മനസ്സിലാവും. then ഏരിയ എലമെന്റ്, dA equal to dx dy z cap or dx dz y cap or dy dz x cap. then volume element, dv equal to dx dy dz. വോളിയം എന്ന് പറയുന്നത് വെക്ടർ അല്ല, സ്കെയിലർ ആണ്. ഏരിയ എന്ന് പറഞ്ഞ വെക്ടർ ആണ്, അതുകൊണ്ടാണ് അതിന്റെ കൂടെ യൂണിറ്റ് വെക്ടേഴ്സ് വന്നത്. കാർട്ടീഷ്യൻ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. എക്സ് ഡയറക്ഷനിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ നമുക്ക് അതിന് ഡി എക്സ് എന്ന് എടുക്കാം, വൈ ഡയറക്ഷനിലാണ് ആ ചേഞ്ച് എങ്കിൽ ഡി വൈ എന്ന് എടുക്കാം, ഇസഡ് ഡയറക്ഷനിലാണ് ആ ചേഞ്ച് എങ്കിൽ ഡി സെഡ് എന്ന് എടുക്കാം. പിന്നെ ഏരിയ എലമെന്റും വോളിയം എലമെന്റും കാർട്ടീഷ്യനിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നതാണ്. നമുക്ക് അടുത്തത് പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പോവാം. പ്ലെയിൻ പോളാർ, അവിടുത്തെ കമ്പോണൻസ് ആറും തീറ്റയുമാണ്. നമ്മള് കാർട്ടീഷ്യൻ സിസ്റ്റം ആണ് നമ്മുടെ ബേസിക്. ബാക്കി പ്ലെയിൻ പോളാറും സിലിണ്ടറിക്കലും സ്പെരിക്കലും നമ്മൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുക.
ഒരു കാർട്ടീഷ്യൻ സിസ്റ്റം എക്സ് വൈ 2 ഡയമെൻഷൻ പ്ലെയിൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം 2 ഡയമെൻഷൻ ആണ്. ദെൻ ആർ എന്ന് പറയുന്നത് ഒരു മാസ് എം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആർ എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് ഈ മാസിലേക്കുള്ള ദൂരമാണ്. തീറ്റ എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് ഈ വെക്ടർ പൊസിഷൻ വെക്ടർ ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്. അത് ഒറിജിനിൽ നിന്ന് നമ്മുടെ മാസിലേക്കുള്ള ദൂരമാണ്. തീറ്റ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസുമായിട്ട് പൊസിഷൻ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. അതായത് ആറിന്റെ എക്സ് കമ്പോണന്റ് ആ എക്സ് ആക്സിസുമായിട്ടാണ് തീറ്റ ഉണ്ടാക്കുന്നത്. ദെൻ തീറ്റയുടെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് കോസ് കമ്പോണന്റും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്പോണന്റ് സൈൻ കമ്പോണന്റും. ദെൻ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് എഴുതാം, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എഴുതാം. ദെൻ വെക്ടർ ആർ ഈക്വൽ ടു ആർ കോസ് തീറ്റ എക്സ് ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ വൈ ക്യാപ് എന്ന് എഴുതാം. ദെൻ നമ്മള് കാർട്ടീഷ്യനില് ലെങ്ത് എലമെന്റ് എടുത്തത് dx dy dz ആണ്. ഇവിടെ ലെങ്ത് എലമെന്റ് എടുക്കുമ്പോൾ ആറും തീറ്റയും ആണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം. ആർ ഡയറക്ഷനിലുള്ള ആറിന്റെ ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റ് dr ഓക്കെയാണ്, കുഴപ്പമില്ല. തീറ്റയുടെ ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റിനെ d തീറ്റ എന്ന് എടുത്താൽ ഇത് ഡയമെൻഷൻ അനാലിസിസ് ഫെയിൽ ആവും. ഞാൻ പറഞ്ഞ ഇത് മനസ്സിലായോ? ആറിന്റെ ലെങ്ത് എലമെന്റ് എടുക്കുമ്പോൾ കാർട്ടീഷ്യനിൽ dx dy dz കുഴപ്പമില്ല. ഇതിൽ ലെങ്ത് എലമെന്റ് എടുക്കുമ്പോൾ ആറിന്റെ ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റ് dr ഓക്കെ. തീറ്റയുടെ ഡയറക്ഷനിലുള്ള ലെങ്ത് എലമെന്റ് d തീറ്റ എന്ന് വരും. ഡയമെൻഷണൽ അനാലിസിസ് ചെയ്യുമ്പോൾ ലെങ്ത് എലമെന്റ് d തീറ്റ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഈ ലെങ്ത് എലമെന്റ് d തീറ്റനെ ഡയമെൻഷനലി കറക്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് മെട്രിക് എലമെന്റ്. മെട്രിക് എലമെന്റിന്റെ ഫിസിക്കൽ മീനിങ് ആണ് ഇപ്പൊ പറഞ്ഞത്. നമുക്ക് നേരത്തെ dx dy dz ആയിരുന്നു. നമുക്ക് കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ dx dy dz ആയിരുന്നു. അതിന്റെ ഡയമെൻഷൻ എടുത്തു നോക്കിയാൽ കറക്റ്റ് ആണ്, ലെങ്ത്തിന്റെ ഡയമെൻഷൻ കിട്ടും dx-നും dy-ക്കും dz-നും. ബട്ട് ഇവിടെ dr-ഉം d തീറ്റ എടുക്കുമ്പോൾ d തീറ്റയ്ക്ക് ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഇല്ല. അതിനെ ലെങ്ത്തിന്റെ ഡയമെൻഷൻ ആക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് മെട്രിക് എലമെന്റ്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് r d തീറ്റ വെച്ചാണ്. ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാല് ഒരു ആംഗിൾ d തീറ്റ മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു ആംഗിൾ d തീറ്റ മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ ലെങ്ത് എത്രയാ? ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ r d തീറ്റ ആണ്. നമ്മൾ ആംഗിൾസ് ഒക്കെ ചെറുപ്പത്തിലെ ക്ലാസ്സിലെ ആംഗിൾസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ആംഗിൾ തീറ്റ ഇത് r ആണെങ്കിൽ L ഈക്വൽ ടു r തീറ്റ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ ആ r ആണ് നമ്മളുടെ മെട്രിക് എലമെന്റ്. ഇത് നമുക്ക് ഇങ്ങനെ ഫിസിക്കലി പറയാം. മാത്തമാറ്റിക്കലി ഈ r കണ്ടെത്താൻ h ഈക്വൽ ടു ഡോ r ബൈ ഡോ തീറ്റ
ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ തീറ്റ. ഇതാണ് h equal to dou r by dou theta divided by modulus of dou r by dou theta. Dou r by dou theta എന്താ? Dou r by dou theta എന്ന് വെച്ചാൽ മൈനസ് r sin theta സോറി അല്ല മൈനസ് r sin theta x cap പ്ലസ് r cos theta y cap divided by മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ തീറ്റ. ഇതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എച്ച് എന്ന് പറഞ്ഞാൽ മെട്രിക് എലമെന്റ് എന്നാണ് പറയുക. ഈ മെട്രിക് എലമെന്റ് എന്താന്നുള്ള ഫിസിക്കൽ മീനിങ് ആണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു തന്നത്. നമുക്ക് കിട്ടുന്ന ലെങ്ത് എലമെന്റിനെ കറസ്പോണ്ടിങ് ഡയമെൻഷനിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ഫാക്ടർ. അത് വരിക ഇവിടുന്ന് നോക്കിയാൽ മതി. ഡി തീറ്റ മൂവ് ചെയ്യുമ്പോൾ ശരിക്കും അവിടെ ചേഞ്ച് ചെയ്യുന്നത് ഈ ലെങ്ത് എൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഡി തീറ്റ. ഓക്കെ, ഇത് ചെയ്യുമ്പോ എന്ത് കിട്ടും? മൈനസ് ആർ കോസ് സൈൻ തീറ്റ എക്സ് ക്യാപ് പ്ലസ് ആർ കോസ് തീറ്റ. സോറി മെട്രിക് എലമെന്റിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടേ. മെട്രിക് എലമെന്റ് ഇതില്ല. മെട്രിക് എലമെന്റ് ഇത്രയേ ഉള്ളൂ. h ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ക്യൂ. ക്യൂ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇതാണ് മെട്രിക് എലമെന്റിന്റെ ഇക്വേഷൻ. ഇവിടെ h1 ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 1 കിട്ടും. h2 ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ വൈ, അതും 1 കിട്ടും. h3 ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ഇസഡ്. അത്രേ ഉള്ളൂ കേട്ടോ മെട്രിക് എലമെന്റിന്റെ ഇക്വേഷൻ. എനിക്ക് അത് തെറ്റിപ്പോയതാണ്. മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ക്യൂ. ഇവിടെ ചെയ്യുമ്പോൾ മെട്രിക് എലമെന്റ് മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടെത്തുമ്പോൾ ആറിന്റെ ഡയറക്ഷനിലുള്ള മെട്രിക് എലമെന്റ് h1 ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ആർ. ഇവിടെ മേളിലുള്ള ആർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ആണ്. ഇത് ചെയ്യുമ്പോൾ കോസ് തീറ്റ എക്സ് ക്യാപ് പ്ലസ് സൈൻ തീറ്റ വൈ ക്യാപ് എന്ന് കിട്ടും. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ 1 കിട്ടും. h2 ഈക്വൽ ടു ഡോ ആർ ബൈ ഡോ തീറ്റ. ഇതാണ് കേട്ടോ മെട്രിക് എലമെന്റിന്റെ ഇക്വേഷൻ. ഇതാണ്, മേളിലുള്ള ടൈം ഇല്ലായിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ആർ കോസ് സൈൻ തീറ്റ എക്സ് ക്യാപ് പ്ലസ് ആർ കോസ് തീറ്റ വൈ ക്യാപ് എന്ന് കിട്ടും. അതിന്റെ മോഡുലസ് എടുക്കണം. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ ആർ എന്ന് വരും. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് ആ തെറ്റ് പറ്റിയത് ഈ മെട്രിക് എലമെന്റിന്റെ ഇക്വേഷൻ ആയിരുന്നു. അത് മേളത്തെ ടൈം ഒന്നും ഇല്ല. മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ആർ, ആറിന്റെ ഡയറക്ഷനിലുള്ള മെട്രിക് എലമെന്റ് കണ്ടെത്താൻ മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ആർ. തീറ്റയുടെ ഡയറക്ഷനിലുള്ള മെട്രിക് എലമെന്റ് കണ്ടെത്താൻ മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ തീറ്റ. അത്രേ ഉള്ളൂ.
ഓക്കെ, നമുക്കിനി സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എന്താ നോക്കാം. ഇതിന്റെ 3 ഡയമെൻഷൻ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഇത് നമ്മൾ എക്സ് വൈ ഇസഡ് വെച്ചാണ് ഡിഫൈൻ ചെയ്യുക. എക്സ് വൈ ഇസഡ്. ദെൻ ഒരു ബോഡി ഇവിടെ ഉണ്ട്, അതിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആണ് 6. ഒരു ബോഡിയിലേക്കുള്ള പൊസിഷൻ വെക്ടർ ആണ് 6. ദെൻ നമ്മൾ അതിനെ നേരെ പ്രൊജക്ട് ചെയ്യുകയാണ് എക്സ് വൈ പ്ലെയിനിലേക്ക്. നിങ്ങളൊരു റൂം എടുത്തിട്ട് ആ ഭിത്തിയുടെ മൂല നോക്കിയാൽ മതി, അതാണ് നമ്മുടെ ഒറിജിൻ. ആ റൂമിന്റെ മിഡിലായിട്ട് ഒരു ബോഡി ഇരിക്കുന്നു, അതിന്റെ പൊസിഷൻ വെക്ടർ ആണ് 6. അതിനെ നേരെ താഴത്തോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലോറിലായിരിക്കും വന്ന് വീഴുക. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഒരു വെക്ടർ ഒരു ബോഡി നമ്മുടെ റൂമിന്റെ ഒരു നടുക്കായിട്ടാണ് ഒരു ബോഡി ഇരിക്കുക എന്ന് സങ്കല്പിക്കുക. റൂമിന്റെ ഏതെങ്കിലും ഒരു കോർണർ ഒറിജിൻ ആയിട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ആ റൂമിന്റെ നടുക്കിരിക്കുന്ന ബോഡീനെ, നടുക്ക് സ്പേസിൽ നിൽക്കുന്ന ബോഡീനെ, 3 ഡയമെൻഷണൽ സ്പേസിൽ നടുക്ക് നിൽക്കുന്ന ബോഡീനെ നേരെ താഴത്തോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ റൂമിന്റെ ഫ്ലോറിലായിരിക്കും അത് വന്ന് ടച്ച് ചെയ്യുക. അതാണ് ഈ വൃത്തം. എക്സ് വൈ എന്നുള്ളതാണ് നമ്മുടെ ഫ്ലോർ. ഇഫ് നമ്മൾ കൺസിഡർ ചെയ്യാണ് ഇസഡ് ആക്സിസുമായിട്ട് ആദ്യം ഈ ആർ എന്ന് പറയുന്ന വെക്ടർ ഉണ്ടാക്കിയ ആംഗിൾ തീറ്റയാണ്. ദെൻ ഈ ആറിന്റെ ഇസഡ് കമ്പോണന്റ് എന്താ? തീറ്റയുടെ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ആർ കോസ് തീറ്റ. ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്പോണന്റ് അപ്പൊ എന്തായിരിക്കും? ആർ സൈൻ തീറ്റ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ കൺസിഡർ ചെയ്യുക. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നമുക്കൊരു റൂം, ആ റൂമിന്റെ നടുക്ക് 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു ബോഡി നിൽക്കുകയാണ്. ആ ബോഡി നേരെ താഴെ വന്ന് നമ്മുടെ ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നു. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പൊസിഷൻ വെക്ടറിനെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്നു, അങ്ങനെ പറയാം. ഇനി നമ്മൾ പറയുക, നമ്മുടെ പൊസിഷൻ വെക്ടർ 6 ഇസഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. ദെൻ ഇസഡ് കമ്പോണന്റ് ആർ കോസ് തീറ്റയും എക്സ് വൈ പ്ലെയിനിൽ വന്ന് വീണ കമ്പോണന്റ് ആർ സൈൻ തീറ്റയും ആയിരിക്കും. ഇനി ഒരു ആംഗിളും കൂടെ ഉണ്ട് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തില്. ആർ തീറ്റ ഫൈ ആണല്ലോ. ഈ ഫൈ എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ വന്ന് വീണ പ്രൊജക്ഷൻ ആർ സൈൻ തീറ്റ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ എന്ന് വിചാരിക്കുക. ദെൻ ഇതെന്തായിരിക്കും? ആർ സൈൻ തീറ്റ കോസ് ഫൈ. ഇതെന്തായിരിക്കും? ആർ സൈൻ തീറ്റ സൈൻ ഫൈ. ഇത് ക്ലിയർ ആയോ? സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം അറിഞ്ഞിരിക്കണം. നമ്മുടെ ഒറിജിനുമായിട്ട് മാസ്, ഇവിടെ ഒരു മാസ് ഇരിക്കുന്നു. ആ മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ് 6. അതിനെ നമ്മൾ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യിപ്പിച്ചു. ആ പ്രൊജക്ഷൻ ആണ് ആർ സൈൻ തീറ്റ. പിന്നെ തീറ്റ എന്ന് പറയുന്നത് ഇസഡ് ആക്സിസുമായിട്ട് നമ്മുടെ പൊസിഷൻ വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിള്. ദെൻ അപ്പൊ പ്രൊജക്ട് ചെയ്ത് വീഴുന്നത് ആർ സൈൻ തീറ്റ ആയിരിക്കും. ഫൈ എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് നമ്മുടെ ആർ സൈൻ തീറ്റ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇവിടെ പറയുവാണെങ്കിലേ, ലെങ്ത് എലമെന്റ് പറയുവാണെങ്കിൽ ഡി ആർ ഓക്കെ ആണ്, ഡി തീറ്റയും ഡി ഫൈയും.
ലെങ്ത് എലമെന്റ് ഡി തീറ്റ എടുത്താൽ ലെങ്ത് എലമെന്റ് ഡി തീറ്റ എടുത്താൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആവുകയില്ല. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? മെട്രിക് എലമെന്റ് കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഒന്നുകിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒരു ചെറിയൊരു ആംഗിൾ ഡി തീറ്റ ഈ വെക്ടർ മൂവ് ചെയ്താൽ ഇവിടെ ഉണ്ടാക്കുന്ന ലെങ്ത് എത്രയാ? ആർ ഡി തീറ്റ ആണ്. നമ്മൾ ചെറുപ്പത്തിൽ ഒരു തീറ്റ ഉണ്ട്, റേഡിയസ് ഉണ്ട്, ഈ കോഡിന്റെ ലെങ്ത് L ഈക്വൽ ടു ആർ തീറ്റ എന്ന് പഠിച്ചത് ഓർമ്മയില്ലേ? ആ സെയിം സാധനം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തത്. നമുക്കൊരു റേഡിയസ് ആർ ഉണ്ട്, ഒരു ചെറിയ ആംഗിൾ ഡി തീറ്റ എടുക്കുകയാണ്, ദെൻ ഈ ലെങ്ത് എന്ന് പറയുന്നത് ആർ ഡി തീറ്റ ആണ്. ഇതാണ് നമ്മുടെ ലെങ്ത് എലമെന്റ് ആർ ഡി തീറ്റ. അതേപോലെ തന്നെ ഡി ഫൈ ഡയമെൻഷനലി ഇപ്പൊ തെറ്റാണ്. അതിന്റെ കറസ്പോണ്ടിങ് എടുത്താൽ നമ്മുടെ ആംഗിൾ ഫൈ എന്നത് ഒരു ഡി ഫൈ മൂവ് ചെയ്താൽ ഇതെന്തായിരിക്കും? ഈ ദൂരം ആർ സൈൻ തീറ്റ ആണെന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ആർ സൈൻ തീറ്റ ഡി ഫൈ. നമ്മുടെ ലെങ്ത് എലമെന്റിനെ ഡയമെൻഷനലി കറക്റ്റ് ചെയ്യാൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏത് ഫാക്ടർ ആണോ അതാണ് മെട്രിക് ടൈം. സാധാ നമുക്ക് മാത്തമാറ്റിക്കൽ റിലേഷൻ വെച്ചൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. H1 ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ആർ, ഡോ വെക്ടർ ആർ ബൈ ഡോ ആർ. ഓ, വെക്ടർ ആർ പറഞ്ഞില്ലല്ലോ അല്ലെ. വെക്ടർ ആർ ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ് ആണ് പറയുക. ഈ കമ്പോണന്റ് എന്താ? ആർ സൈൻ തീറ്റ കോസ് ഫൈ പ്ലസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ വൈ ക്യാപ് ഈ ടേം പ്ലസ് ആർ കോസ് തീറ്റ ഇസഡ് ക്യാപ്. ഇത് വന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടോ. ദെൻ H1 ചെയ്താൽ എന്ത് കിട്ടും? ഡോ ആർ ബൈ ഡോ ആർ ചെയ്താൽ സൈൻ തീറ്റ കോസ് ഫൈ എക്സ് ക്യാപ് പ്ലസ് സൈൻ തീറ്റ സൈൻ ഫൈ വൈ ക്യാപ് പ്ലസ് കോസ് തീറ്റ ഇസഡ് ക്യാപ്. ഇതിന്റെ മോഡുലസ് എടുക്കണം. അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ H1 ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് ഞാൻ സൈൻ സ്ക്വയർ തീറ്റ വെളിയിൽ എടുക്കുകയാണ്. H ഈക്വൽ ടു റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ ഞാൻ വെളിയിൽ എടുത്തു, കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ്, ഇത് കോസ് സ്ക്വയർ തീറ്റ ആണ്, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ which is equal to, ഇത് ഈക്വൽ ടു 1 എന്ന് കിട്ടും. then under root sin square theta plus cos square theta, sin square theta plus cos square theta എന്താ? 1 തന്നെ. അപ്പം H1 എന്താന്ന് കിട്ടി? ഡോ ആർ ബൈ ഡോ ആർ ഈക്വൽ ടു 1. കറക്റ്റ് തന്നെയല്ലേ? നമുക്ക് ഡി ആർ എന്ന് പറയുന്ന ലെങ്ത് എലമെന്റിന്റെ കൂടെ 1 അല്ലേ മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി നോക്കാം.
ഇത്ര എഴുതിയത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുവോ? നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്ര എഴുതിയതില് ആർക്കും ഡൗട്ടില്ല ഒന്നിലും? എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് ആ മെട്രിക് എലമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ എഴുതിയതിലായിരുന്നു. ആ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ എക്സ്, മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ ക്യൂ. ജനറൽ ഫോം പറയുകയാണെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ആണ്. മെട്രിക് എലമെന്റിന്റെ ഫിസിക്കൽ മീനിങ് ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ വെക്ടറിനെ, നമ്മുടെ ലെങ്ത് എലമെന്റിനെ നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ടേം. ഇത്ര ഓക്കെ അല്ലേ? ദെൻ H2 എടുക്കുകയാണ്. H2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ തീറ്റ. ആർ എന്തായിരുന്നു? ആർ ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ഫൈ എക്സ് ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ ഫൈ ക്യാപ് പ്ലസ് ആർ കോസ് തീറ്റ ഇസഡ് ക്യാപ്. ദെൻ ഡോ ആർ ബൈ ഡോ തീറ്റ എടുത്താൽ എന്ത് കിട്ടും? ഡോ ആർ ബൈ ഡോ തീറ്റ ഈക്വൽ ടു ആർ കോസ് തീറ്റ കോസ് ഫൈ എക്സ് ക്യാപ് പ്ലസ് ആർ കോസ് തീറ്റ സൈൻ ഫൈ ഫൈ ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ. ഇസഡ് ക്യാപ്, ആർ സൈൻ തീറ്റ ഇസഡ് ക്യാപ്. ദെൻ ഇതിന്റെ മോഡുലസ് എടുത്താലോ? ഡോ ആർ ബൈ ഡോ തീറ്റയുടെ മോഡുലസ് എടുത്താൽ അണ്ടർ റൂട്ട് ആർ സ്ക്വയർ മൈനസ് സൈൻ തീറ്റ ആണ്. മൈനസ് സൈൻ തീറ്റ. ഓക്കെ. ഓക്കെ, ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ആർ സ്ക്വയർ ഞാൻ വെളിയിലെടുത്തു. ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് ഞാൻ കോസ് സ്ക്വയറും വെളിയിലെടുത്തു, കോസ് സ്ക്വയർ തീറ്റ. ദെൻ കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് സൈൻ ആർ ഞാൻ കോമൺ ആയിട്ട് വെളിയിലെടുത്തു, ആർ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് 1 ആകും. ദെൻ അണ്ടർ റൂട്ട് ആർ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു, ഇതും 1 ആയി പോകും. നമുക്ക് ഫൈനൽ ആൻസർ 6 എന്ന് കിട്ടും. ദെൻ തീറ്റ ഡയറക്ഷനിലുള്ള മെട്രിക് എലമെന്റ് 6 ആണ്. അതല്ലേ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ലെങ്ത് എലമെന്റിന്റെ കൂടെ? അതെ, ഇതാണ് മെട്രിക് ടേം. ഈ മോഡുലസ് കണ്ടെത്താൻ അറിയില്ല, അറിയോ? എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. ആർ ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ് ആണെങ്കിൽ മോഡ് ആർ എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. അതെല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. ദെൻ നമുക്ക് മൂന്നാമത്തെ മെട്രിക് എലമെന്റും കൂടെ കണ്ടെത്താം. H3 which is equal to dou r by
ഡോ ഫൈ മോഡ് വിച്ച് ഈസ് ഈക്വൽ ടു ആർ എന്തായിരുന്നു? ആർ ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ഫൈ എക്സ് ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ വൈ ക്യാപ് പ്ലസ് ആർ കോസ് തീറ്റ ഇസഡ് ക്യാപ്. ദെൻ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആർ ബൈ ഡോ ഫൈ ചെയ്യുമ്പോൾ ആർ സൈൻ തീറ്റ മൈനസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ എക്സ് ക്യാപ് പ്ലസ് ആർ സൈൻ തീറ്റ കോസ് ഫൈ വൈ ക്യാപ് പ്ലസ് 0. ഇതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ ഡോ ആർ ബൈ ഡോ ഫൈ മോഡുലസ് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ പ്ലസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. ഫൈ ഡയറക്ഷനിലുള്ള മെട്രിക് എലമെന്റ് ആർ സൈൻ തീറ്റയാണ്. അത് വെച്ചല്ലേ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, മനസ്സിലായത്? ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതില്? നമ്മൾ ആദ്യം പൊസിഷൻ വെക്ടർ കണ്ടെത്തണം, ദെൻ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ഡിഫറെന്റ് കോർഡിനേറ്റ് വെച്ച് അതിന്റെ ഡിഫറൻഷ്യൽ എടുക്കുക, ദെൻ മോഡുലസ് എടുക്കുക. അപ്പൊ എന്ത് കിട്ടുന്നോ അതാണ് മെട്രിക് എലമെന്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ആർക്കും ഇല്ലല്ലോ ഇതിൽ ഇത്രയും വരെ? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾ തന്നെ ചെയ്യണം. അതില് നമ്മുടെ വെക്ടേഴ്സ് ഏതൊക്കെയാ? റോ, ഫൈ, ഇസഡ്. റോ എന്ന് പറയുന്നത് നമ്മുടെ സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തില് ആർ ഉള്ളത് പോലെ തന്നെ അതിലേക്കുള്ള ദൂരം, ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലേക്കുള്ള ദൂരമാണ് റോ. ഓക്കെ, പിന്നെ അത് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത എന്താന്ന് വെച്ചാല് നമ്മള് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ആറിന്റെ പ്രൊജക്ഷൻ എടുത്തു നേരെ താഴത്തോട്ട്. ആറിന്റെ പ്രൊജക്ഷൻ ആണ് ഇവിടെ ആർ സൈൻ തീറ്റ എന്ന് എടുത്തത്. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ അല്ല എടുക്കുക, ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടുവരും, എന്നിട്ട് ഇവിടെ വരും. ഇത് റോ തന്നെയായിരിക്കും. നമ്മൾ പ്രൊജക്ഷൻ അല്ല എടുത്തത്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ സ്പെരിക്കൽ പോളാർ സിസ്റ്റത്തിൽ നമ്മൾ ആറിന്റെ പ്രൊജക്ഷൻ ആണ്, എക്സ് വൈ പ്ലെയിനിൽ ആറിന്റെ പ്രൊജക്ഷൻ നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ അല്ല എടുക്കുക, അതിനെ നേരെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഇവിടെ കൊണ്ടുവരും. ദെൻ എക്സ് ആക്സിസുമായിട്ട് ആ റോ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഫൈ. പിന്നെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് ആണ് ഇസഡ്. റോ ഫൈ ഇസഡ്. റോ എന്താന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിയിലേക്ക് ഒറിജിനിൽ നിന്നുള്ള വെക്ടർ, ബോഡിയിലേക്ക് ഒറിജിനിൽ നിന്നുള്ള വെക്ടർ ആണ് റോ. ആ റോനെ നമ്മൾ നേരെ താഴത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ പ്രൊജക്ഷൻ ചെയ്യുകയല്ല, റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് നേരെ താഴെ കൊണ്ടുവന്നു. കറസ്പോണ്ടിങ് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കി, അതാണ് ഫൈ.
ആ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റും എടുത്തു, അതാണ് ഇസഡ്. ആ റോ ഫൈ ഇസഡ് അതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇതിന്റെ ലെങ്ത് എലമെന്റ് എടുക്കാം. ഇഹ്സാൻ ഒന്ന് വരുമോ? ഇഹ്സാൻ, ഹലോ. ഇതിന്റെ ലെങ്ത് എലമെന്റ് എടുക്കണം. റോയുടെ ലെങ്ത് എലമെന്റ് എന്താ? ഡി റോ. അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ? റോ എന്ന് പറയുന്നത് നമുക്ക് ദൂരമാണ്, ഡി റോയും അപ്പൊ ദൂരമായിരിക്കും, അത് ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ദെൻ ഫൈ എടുക്കുകയാണെങ്കിൽ ഡി ഫൈ എന്ന് വരും. അത് ഡയമെൻഷനലി കറക്റ്റ് അല്ല, അതിന്റെ കൂടെ നമ്മളൊരു എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ഏതാണ് ആ എലമെന്റ്? അത് കണ്ടെത്തണം. അതെങ്ങനെയാ കണ്ടെത്തുക? നമുക്ക് ഒന്നല്ലെങ്കിൽ ഡോറോ ബൈ ഡോ ഫൈ മോഡുലസ് എടുക്കാം, അല്ലെങ്കിൽ ഫിഗറിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഒരു ചെറിയ ഡി ഫൈ മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ദെൻ ഇത് എത്രയായിരിക്കും? റോ ഡി ഫൈ. യെസ്, അതാണ് അതിന്റെ ലെങ്ത് എലമെന്റ്. പിന്നെ ഇസഡ് ആണുള്ളത്, ഇസഡ് ക്യാപ്പ് അല്ല കേട്ടോ, ഇസഡ്. പിന്നെ നമുക്കുള്ളത് ഇസഡ് ആണ്, അതിന്റെ ലെങ്ത് എലമെന്റ് ഡി ഇസഡ്. ഓക്കെ, മതി, മൈക്ക് ഓഫ് ആയിക്കോ. നമുക്ക് ഏരിയ എലമെന്റിന് കണ്ടെത്തണമെങ്കിൽ ഏതെങ്കിലും രണ്ട് ലെങ്ത് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇഫ് ഇൻ ഡയറക്ഷൻ ഓഫ് ഏരിയ എലമെന്റ് ഇസഡ് ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് എടുക്കണമെങ്കിൽ ബാക്കി രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റോ ഡി ഫൈവ്. ബാക്കി രണ്ട് ലെങ്ത് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇസഡ് ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് കിട്ടും. റോ ഡയറക്ഷനിലുള്ള ഏരിയ എലമെന്റ് കിട്ടാൻ ബാക്കി രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. റോ ഡി ഫൈവ് ഡി സെഡ് റോ ക്യാപ്പ്. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി വോളിയം എലമെന്റ് ആണെങ്കിൽ മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. വോളിയം എലമെന്റിന് ഡയറക്ഷൻ ഇല്ല. ഈ കോർഡിനേറ്റ് സിസ്റ്റം ഈ പറഞ്ഞു തന്നതിൽ, ഇത്രയും പറഞ്ഞു തന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സിലിണ്ടറിക്കൽ ഫൈ റോയും സെഡും തമ്മിലുള്ള ആംഗിൾ അല്ല. റോ ഫൈ എന്ന ആംഗിളേ അല്ല, ഇസഡ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല. നമ്മൾ ഇസഡ് ആക്സിസ് ഇവിടെ ഈ ലെങ്ത് ആണ് എടുക്കുക. റോനെ നമ്മൾ ഇവിടെ പ്രൊജക്ട് ചെയ്തിട്ട് ഈ ഫൈ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസും ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അതല്ലേ നമ്മൾ സ്പെറിക്കൽ എടുത്തുകൊണ്ട് സൈൻ തീറ്റ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മള് സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ആറിനെ നേരെ താഴത്തേക്ക് പ്രൊജക്ട് ചെയ്യിപ്പിക്കും. അല്ല, മറ്റേതിൽ അങ്ങനെയല്ല ചെയ്യിക്കുക. നമ്മൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ചെയ്യുക. ഈ റോനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് ഇവിടെ കൊണ്ടുവരും. അപ്പം അതിന്റെ പ്രൊജക്ഷൻ അല്ല, പ്രൊജക്ഷൻ അതിലും കുറവായിരിക്കും. ക്ലിയർ ആയോ അത്? ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് 3 ഡെൽ ഓപ്പറേറ്ററിനെ കുറിച്ചാണ്. ഡെൽ ഓപ്പറേറ്റർ
മൂന്നായിട്ട് തിരിക്കാം. ഗ്രേഡിയന്റ്, ഡൈവർജൻസ്, കേൾ. നമ്മളൊരു ഗ്രേഡിയന്റ് എടുക്കുക, എപ്പോഴും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റീനെ ആയിരിക്കും ഗ്രേഡിയന്റ് എടുക്കുക. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റീനെ ആയിരിക്കും നമ്മൾ എപ്പോഴും ഗ്രേഡിയന്റ് എടുക്കുക. ഗ്രേഡിയന്റ് ഡെൽ ഫൈ എന്ന് കാണിക്കാം. ഇഫ് ഫൈ ഒരു സ്കെയിലാർ ആണെങ്കിൽ ഗ്രേഡിയന്റ് ഡെൽ ഫൈ എന്ന് എടുക്കാം. ഡൈവർജൻസ് എടുക്കുക, ഒരു വെക്ടർ ക്വാണ്ടിറ്റീനെ ആയിരിക്കും. നമ്മൾ ഗ്രേഡിയന്റ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റീനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ റിസൾട്ട് വരിക ഒരു വെക്ടർ ആയിരിക്കും. സ്കെയിലാർ ക്വാണ്ടിറ്റീനെ എടുക്കും, റിസൾട്ട് വരുന്നത് ഒരു വെക്ടർ ആയിരിക്കും. ഡൈവർജൻസ് നമ്മൾ എടുക്കുക ഒരു വെക്ടർ ക്വാണ്ടിറ്റീനെയാണ്, അതിന്റെ റിസൾട്ട് വരിക ഒരു സ്കെയിലാർ ആയിരിക്കും. ഡൈവർജൻസ് എന്ന് പറഞ്ഞാൽ ഡെൽ ഡോട്ട് ഫൈ. ഡെൽ ഡോട്ട് ഫൈ. ഇവിടെ ഫൈ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. അതിനു മുമ്പ് നമ്മൾ എടുത്ത ഫൈ ഒരു സ്കെയിലാർ ആണ്. കേൾ എടുക്കുക ഒരു വെക്ടർ ക്വാണ്ടിറ്റീനെ തന്നെയാണ്. ദെൻ ഡെൽ ക്രോസ് ഫൈ. കേൾ എടുത്ത് കഴിയുമ്പോൾ വെക്ടറായിട്ട് തന്നെ കിട്ടുക. വെക്ടറിനെ കേൾ എടുക്കുമ്പോൾ വെക്ടറായിട്ട് തന്നെ എടുക്കുക. സ്കെയിലാറിനെ കേൾ എടുക്കാൻ കഴിയില്ല. ദെൻ ഒരു റിസൾട്ട് കൂടി അറിയണം. ഡെൽ ഫൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫൈ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥം. ഡെൽ ഡോട്ട് ഫൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫൈ ഒരു സോളിനോയിഡ് ആണെന്നാണ് അർത്ഥം. ഡെൽ ക്രോസ് ഫൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഫൈ ഇറൊട്ടേറ്റബിൾ ആണ്, അല്ലെങ്കിൽ കൺസേർവ്ഡ് ആണെന്നും പറയും. ഇറൊട്ടേറ്റബിൾ ആണെന്നും പറയും, കൺസേർവ്ഡ് ആണെന്നും പറയും. ഇത്ര എഴുതിയെടുത്തല്ലോ. ദെൻ നമ്മൾ ഗ്രേഡിയന്റിനെ കുറിച്ച് പറയാം. ഡെൽ ഫൈ. ഇതിനൊരു ജനറൽ ഫോം ഉണ്ട്. ഡെൽ ഈക്വൽ ടു Q1 cap divided by H1 dou by dou Q1 plus Q2 cap by H2 dou by dou Q2 plus Q3 cap divided by H3 dou by dou Q3. H1, H2, H3 are metric elements. In കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ ഡെൽ എടുത്താൽ എങ്ങനെ കിട്ടും? ഗ്രേഡിയന്റ് എടുത്താൽ ഡെൽ ഈക്വൽ ടു Q1 എന്ന് പറഞ്ഞാൽ x1. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മെട്രിക് എലമെന്റ് 1 ആണ്. x1ന്റെ xന്റെ ഡോ ബൈ ഡോ x പ്ലസ് y ക്യാപ് ബൈ 1 ഡോ ബൈ ഡോ y പ്ലസ് z ക്യാപ് ബൈ 1 ഡോ ബൈ ഡോ z.
Then ഇത് കാർട്ടീഷ്യൻ. സ്പെരിക്കൽ പോളാർ ആണെങ്കിലോ r cap by 1 dou by dou r plus theta cap divided by സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ തീറ്റയുടെ ഡയറക്ഷനിലുള്ള മെട്രിക് എലമെന്റ് എന്തായിരുന്നു? നമ്മൾ കണ്ടെത്തിയതാണ് r ആണ്. ഡോ ബൈ ഡോ തീറ്റ പ്ലസ് ഫൈ ക്യാപ് ഡിവൈഡഡ് ബൈ r സൈൻ തീറ്റ ഡോ ബൈ ഡോ ഫൈ. കറസ്പോണ്ടിങ് സിലിണ്ടറിക്കൽ ആണെങ്കിലോ റോ ക്യാപ് ഡോ ബൈ ഡോ റോ. ഈ റോ തന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആറ് തന്നെ എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ സിലിണ്ടറിക്കൽ ആറിൽ എടുത്താൽ തെറ്റിപ്പോവാതിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോർഡിനേറ്റ് സിസ്റ്റം എടുക്കാം. തീറ്റ ക്യാപ് ഡിവൈഡഡ് ബൈ റോ, അല്ല തീറ്റ ക്യാപ് അല്ലല്ലോ, റോ ഫൈ ഇസഡ് അല്ലേ, ഫൈ ക്യാപ് ഡിവൈഡഡ് ബൈ റോ ഡോ ബൈ ഡോ ഫൈ പ്ലസ് ഇസഡ് ക്യാപ് ഡിവൈഡ് ബൈ 1 ഡോ ബൈ ഡോ ഇസഡ്. ഇനി ഗ്രേഡിയന്റിന്റെ പ്രോബ്ലം ചെയ്യാം. ആപ്ലിക്കേഷൻ ഓഫ് ഗ്രേഡിയന്റ്. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, നമ്മൾ അതിന്റെ ഗ്രേഡിയന്റ് എടുത്തു, ദെൻ അപ്പൊ കിട്ടുന്നത് ഒരു വെക്ടർ ആയിരിക്കും. ഈ ഗ്രേഡിയന്റ് കാണിക്കുക മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ ആണ്, ഓഫ് ഫൈ, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫൈ. അതാണ് ഗ്രേഡിയന്റ് തരിക, കാണിക്കുക. ഒരു ഫംഗ്ഷനെ ഗ്രേഡിയന്റ് എടുത്താൽ അതിന്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് തരും. ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇൻ ഒരു ഓക്കെ വേണ്ട, ചോദ്യം എഴുതിക്കോ. ഫൈൻഡ് ദ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ phi equal to x y z square at 103. ഒരു ഫംഗ്ഷൻ, ഒരു സ്കെയിലാർ തന്നിട്ടുണ്ട്, അതിന്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടെത്തണം. ദെൻ അവസാനം എക്സ് വൈ സെഡിന് കണ്ടെത്തി കഴിഞ്ഞിട്ട് എക്സ് വൈ സെഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കാൻ വേണ്ടി ഗ്രേഡിയന്റ് എടുത്താൽ മതി. ഡെൽ ഫൈ ഈക്വൽ ടു x cap dou by dou x of x y z square plus y cap dou by dou y of x y z square plus z cap dou by dou z of x y z square. ഇതെന്ത് കിട്ടും? y z square x cap plus x z square y cap plus
2xyz z cap. Then del phi at 103 ചെയ്യണം. 0 കിട്ടും, 9 കിട്ടും, 0 x cap plus 9 y cap plus 0 z cap. ഉത്തരം 9 y cap ആണ്. ആർക്കെങ്കിലും ക്ലിയർ ആകത്തുണ്ടോ? ചോദ്യം തരാം. Find rate of change of function. Question എന്താ? Phi equal to x cube minus 3x square y square plus y cube at 1 2. ഇതിന്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കണം at 1 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ, phi equal to, നിങ്ങൾ ചെയ്തോട്ടോ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ടേക്കാം. phi equal to x y z at 1 minus 1 y. log x plus y plus z. ചെയ്യട്ടോ, നിങ്ങൾ ചെയ്യണേ. മുഫീദ കെ ഫൈസൽ ഒന്ന് വരുമോ? ഓക്കെ, കേക്കാം. ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യണം. ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യും. നമ്മൾ എന്താ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ എന്നാണ് ചോദ്യം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഗ്രേഡിയന്റ് എടുക്കണം, അതായത് del phi. Then ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ del phi എടുത്തോ? എന്ത് എടുത്തില്ല? എടുത്തിട്ട് ഉത്തരം പറഞ്ഞേ. del phi എടുത്തിട്ട് ഉത്തരം പറഞ്ഞേ. minus 6xy square plus x cap ഇല്ലേ? x cap plus 6x square y മൈനസ് അല്ലേ? മൈനസ് ഇല്ലേ അവിടെ? മൈനസ് 6x square y plus 3y square y cap. ഇനി at 1 2 കണ്ടെത്തണം. del phi at 1 2. 1 ഉം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ 3 മൈനസ് 24. ചെയ്തിട്ട് ഉത്തരം പറഞ്ഞേ.
ഓ അല്ല അല്ല. എന്താ ഉത്തരം കിട്ടിയേ? -27 ആണോ? 21 അല്ലേ? മൈനസ് y ക്യാപ്പ് 0 ആയി പോയോ? -12 +12 വന്ന് ആ ആ ശരി. ആ -21 x ക്യാപ്പ് എന്നാണ് കിട്ടിയേ. ആ ആ ശരി ശരി. ഓഫായിക്കോ. അരുൺ രണ്ടാമത്തെ ഉത്തരം എന്താ കിട്ടിയേ? രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ വന്നപ്പോ സംശയം വരുന്നു സാർ. എന്ത് ചെയ്യുന്നൊരു കൊടുത്താണ്. ഡെൽഫൈ കണ്ടെത്തണം. ഡെൽഫൈ എന്ന് പറഞ്ഞാൽ എക്സ് ക്യാപ് ഡോ ബൈ ഡോ എക്സ് ഫൈ പ്ലസ് വൈ ക്യാപ് ഡോ ബൈ ഡോ വൈ ഫൈ പ്ലസ് ഇസഡ് ക്യാപ് ഡോ ബൈ ഡോ ഇസഡ്. ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഫൈ ചെയ്യുവാണെങ്കിൽ കോസ് ഓഫ് എക്സ് വൈ ഇസഡ് ഇൻറ്റു ഫംഗ്ഷന്റെ അകത്ത് വരുന്നതിന് നമ്മൾ വീണ്ടും ഡെറിവേറ്റ് ചെയ്യും. അങ്ങനെയല്ലേ ഡെറിവേറ്റ് എടുക്കുക? അല്ല, നമ്മളിപ്പോ സൈൻ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x അല്ലേ? സൈന്റെ ഡെറിവേറ്റീവ് കോസ്, പിന്നെ അതിന്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷനെ നമ്മളൊന്ന് ഡെറിവേറ്റ് ചെയ്യൂലോ, മൾട്ടിപ്ലൈ ചെയ്യൂലോ, ഡെറിവേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യൂലോ. അരുണേ, അത് മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി സാർ. അത് വേറെ ആരോ ചോദിച്ചേ, രണ്ടാമത് ചോദിച്ചേ. അരുണല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കട്ടോ. ഇല്ല, ഓക്കെ. ഇത് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം പറഞ്ഞ വേഗം അരുൺ. സാർ ആദ്യത്തെ എക്സ് ഉണ്ടാവില്ലല്ലോ, വൈ സെഡ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? ഞാൻ വൈ സെഡ് മാത്രമേ ഇട്ടുള്ളൂ. എക്സ്ക്യൂസ് മീ സർ, സൈൻ ഓഫ് എക്സ് കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ടോ? ഇല്ല, സൈൻ ഓഫ് എക്സ് വൈ സെഡ് കോമില്ല. അതിൽ കോമ കണ്ടു, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ. കോസ് മൈനസ് പൈ -1 ആണ്. പൈ എക്സ് ക്യാപ് മൈനസ് പൈ വൈ ക്യാപ് പ്ലസ് ഇസഡ് ക്യാപ്. എങ്ങനെയാണോ ഉത്തരം കിട്ടിയത് അരുൺ? ഇവിടെ എത്തിയിട്ടില്ല സാർ. ഹലോ, കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ അല്ലേ?
അതെ, കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ ആണ്. അപ്പൊ പൈ എക്സിന്റെ അവിടെ കോസ് മൈനസ് ഓഫ് പൈ എക്സ് അല്ലേ വരുള്ളൂ? കോസ് ഓഫ് മൈനസ് പൈ എന്ന് പറഞ്ഞാൽ കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ കോസ് പൈ എന്ന് വരും. അപ്പൊ ആദ്യത്തെ കോസ് പൈ ടേം എന്ന് പറഞ്ഞാൽ മൈനസ് ഉണ്ടോ? ഓക്കെ ഓക്കെ. മൂന്നാമത്തത് ആരാ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്? അതേരാ? മൂന്നാമത്തെ ചെയ്തോ? ചെയ്യാണ്. രണ്ടാമത്തെ ഉത്തരം കിട്ടിയോ ഇങ്ങനെ? കിട്ടി. മൂന്നാമത്തെ ചെയ്തിട്ട് വേഗം ഉത്തരം പറഞ്ഞേ. മൂന്നാമത്തെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയട്ടോ. ഉത്തരം എന്താ വന്നേ? 1/2 x cap plus 1/2 y cap plus 1/2. ഇങ്ങനെയാ ഉത്തരം കിട്ടിയ? ഓക്കെ. ബാക്കിയുള്ളവരെ കണ്ടുപിടിച്ചിട്ട് ഉത്തരം ചെക്ക് ചെയ്തോട്ടോ. ഓക്കെ, അങ്ങനെ ഉത്തരം കിട്ടുക. ഇനി ഗ്രേഡിയന്റിന്റെ -1/2 വന്നേ. ലാസ്റ്റ് ടേം മൈനസ് അല്ലേ? -1/2 അല്ലേ കിട്ടുക? ലാസ്റ്റ് ടൈം അല്ലല്ല, ലാസ്റ്റ് ടൈം 1/2 തന്നെ കിട്ടുക. ഒന്നുകൂടെ നോക്കിയേ, ലാസ്റ്റ് ടൈം 1/2 തന്നെ കിട്ടുക. ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ടൊന്ന് പറയട്ടോ. 1/2 അല്ലേ കിട്ടിയേ? ലാസ്റ്റ് ടൈം മാത്രം ചെക്ക് ചെയ്താൽ മതി. x plus 5 plus -1 അല്ലേ? അപ്പോ 1/x plus y plus z cap എന്നല്ലേ കിട്ടിയത് ലാസ്റ്റ് ടൈം? അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ അല്ല, ഈ ഇസഡിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത് കേട്ടോ, ഇത് ഇസഡ് ക്യാപ്പ് ആണേ. അല്ലാതെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണണ്ടേ? അപ്പോ ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണുമ്പോ 1 അല്ലേ കിട്ടുക? രണ്ട് ഇതിനെ ഡെൽഫൈ എടുക്കുമ്പോൾ 1/x plus y plus z x cap ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് 1/x plus y plus z കഴിഞ്ഞിട്ട് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 അല്ലേ കിട്ടുക? പ്ലസ് 1/x plus y plus z y cap plus 1/x plus y plus z z cap. അതിലെല്ലാത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 1ഉം 2ഉം -1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/2 കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടോ, വേഗം ചോദിക്കുക. പിന്നെ ഓക്കെ, ഇനി ഗ്രേഡിയന്റിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ.
ചോദ്യം എങ്ങനെയായിരിക്കും? ഫൈൻഡ് ദ യൂണിറ്റ് നോർമൽ ഓഫ് ദ സർഫസ്. നമുക്കൊരു സർഫസ് തരും, ഒരു സർഫസ് ഫൈ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തരും, എന്തെങ്കിലുമൊക്കെ തരും. അതിന്റെ യൂണിറ്റ് നോർമൽ കണ്ടെത്താൻ ചോദിച്ചാൽ n ക്യാപ് ഈക്വൽ ടു, അതിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് തന്നെയാട്ടോ. നോർമൽ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് തന്നെയാണ്. യൂണിറ്റ് നോർമൽ എന്ന് പറഞ്ഞാൽ n ക്യാപ് ഈക്വൽ ടു del phi ഡിവൈഡഡ് ബൈ മോഡ് del phi. നമുക്കൊരു വെക്ടർ തരികയാണ്, എന്നിട്ട് അതിന്റെ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ആർ ക്യാപ് ഈക്വൽ ടു വെക്ടർ ആർ ഡിവൈഡ് ബൈ മോഡ് ആർ അല്ലേ? ആ സെയിം സംഭവം തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളൂ. നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രേഡിയന്റ് ആണ്. ആ ഗ്രേഡിയന്റിന്റെ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദ ഗ്രേഡിയന്റ് ചെയ്താൽ കറസ്പോണ്ടിങ് യൂണിറ്റ് നോർമൽ കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, find the unit normal in the surface. Phi equal to x square yz at 1 1 1. ആദ്യം നമ്മൾ നോർമൽ കണ്ടെത്തണം. del phi നോർമൽ ഈക്വൽ ടു del phi ഈക്വൽ ടു x ക്യാപ് ഇൻറ്റു 2xyz പ്ലസ് y ക്യാപ് ഇൻറ്റു x സ്ക്വയർ z പ്ലസ് z ക്യാപ് ഇൻറ്റു x സ്ക്വയർ y. Then del phi at 1 1 1 is equal to 2x cap plus y cap plus z cap. Then del phi യുടെ മോഡുലസ് എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എന്ത് കിട്ടും? റൂട്ട് 6. Then n cap equal to 2x cap plus y cap plus z cap divided by root 6. ഇതാണ് ഉത്തരം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ ഇടാം. ഫൈൻഡ് ദ യൂണിറ്റ് നോർമൽ at a by root 3 b by root 3 c by root 3 on the surface x square by a square plus y square by b square plus z square by c square equal to 1. ചെയ്തോളൂ. ആദ്യം നോർമൽ കണ്ടെത്തണം, then യൂണിറ്റ് നോർമൽ കണ്ടെത്തണം.
അഞ്ചിതാ. ഹലോ സർ. ആ ഇത് ചെയ്തോ? ഇല്ല ചെയ്യാണ്. ആദ്യം n കണ്ടെത്തണം. n കണ്ടെത്താൻ എന്ത് ചെയ്യും? ഡെൽഫയും ഡെൽഫൈ. ഡെൽഫയും കാണും. n അതായത് ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ നോർമൽ ആണ്. ഓക്കെ അതായത് ഗ്രേഡിയന്റ് എടുത്താൽ മതി. ഓക്കെ, ഇതിന്റെ ഗ്രേഡിയന്റ് എടുത്താൽ എന്ത് കിട്ടും? 2x by a square x cap plus ആ 2y by b square y cap plus 2z by c square z cap. ഞാനിവിടെ ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് എന്നാണ് എടുത്തത്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. എക്സ് ക്യാപ് വൈ ക്യാപ് ഇസഡ് ക്യാപ് ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? a b c അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. x y z. അപ്പോൾ എന്ത് കിട്ടും? 2 by root 3a ഓക്കെ, x cap plus ആ 2 by root 3b y cap plus 2 by root 3c z cap. ഇസഡ് ക്യാപ്. അയ്യോ, ഇത് മോഡുലസ് അല്ലല്ലോ, വെറുതെ അല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് മോഡുലസ് കണ്ടെത്തണം. അപ്പോൾ എന്ത് കിട്ടും? Root of o by 3 common ആയിട്ട് എടുത്തൂടെ സർ? എടുക്കാം. into a square plus b square plus c square. അയ്യോ, സോറി, ഇവിടെ ബി സ്ക്വയർ ആണല്ലോ അല്ലേ? രണ്ട്. ഓക്കെ, അതിന്റെ ഉത്തരം കിട്ടി. 2 എടുത്തു, ഡിവൈഡ് ബൈ റൂട്ട് 3 എടുത്തു, ഇൻറ്റു 1 ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇങ്ങനെയാണ് കിട്ടിയത്. 2 by root 3 ഒരു a ഉണ്ടാവില്ലേ? ഓ, ഇത് വീണ്ടും തെറ്റിപ്പോയി. സോറി. എ ഉണ്ടാവില്ലല്ലോ. 1 by a square plus 1 by b square plus 1 by c square. ഇങ്ങനെയല്ലേ കിട്ടിയ? അതെ, അപ്പം 2 by root 3 a divided by എ എങ്ങനെ വന്നു? ഇക്വേഷനിലുള്ള ഡെൽഫൈ ഇതല്ലേ? ഡെൽഫൈ 2 by root 3 a x cap 2 by root 3 b y cap 2 by root 3 c z cap. അപ്പം 2 by root 3 a divided by 2 by root 3 into അതല്ലേ വരിക മോഡുലസ്? മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇ സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ. ഇതിന്റെ മൂന്നിന്റെ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അല്ല, എങ്ങനെ കിട്ടിയത്? അഞ്ചിതയ്ക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞേ? ഒറ്റ മിനിറ്റ് സെർച്ച് ചെയ്യട്ടെ.
ഇത് ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ ഈ പ്രോബ്ലം? ഇങ്ങനെയാണോ ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ മതി. ഹലോ സർ. ആ ഇടയ്ക്ക് വെച്ച് കട്ടായി. ഉത്തരം എങ്ങനെ കിട്ടിയേ? സർ എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഡെൽഫൈ എടുത്തത് ഇതാണോ കിട്ടിയത്? ഡെൽഫൈ. അതെ അതെ. ദെൻ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡെൽഫൈക്ക് a/√3 b/√3 c/√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് എക്സിനും വൈക്കും ഇസഡിനും പകരം. ഓക്കെ. അത് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കിട്ടിയത്. 2/√3 a x cap പ്ലസ് 2/√3 b y cap പ്ലസ് 2/√3 c z cap അല്ലേ? ഇനി അതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോന്നിന്റെ സ്ക്വയർ എടുത്ത് സം ചെയ്താൽ പോരെ. അപ്പൊ അത്രയല്ലേ ചെയ്തോളൂ. 4/3a² പ്ലസ് 4/3b² പ്ലസ് 4/3c². ഇതിൽ നിന്ന് 3 ടേമിൽ നിന്നും ഞാൻ √4/3 വെളിയിലെടുത്തു. ഇനി ബാക്കി അകത്തുണ്ട് എന്തുണ്ട്? 1/a² പ്ലസ് 1/b² പ്ലസ് 1/c². ഓക്കെ ആണോ നോക്കിയേ. അപ്പൊ ഉത്തരം ഇങ്ങനെ കിട്ടും. ഞാൻ ആൻസറിൽ ABC മുകളിൽ ഉണ്ടാവില്ലേന്നായിരുന്നു ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. എൽസിയം കണ്ടെത്തിയല്ലേ ഏറ്റവും അവസാനം? ഇതിന്റെ ആ ഒരു കോഎഫിഷ്യന്റിന്റെ ABC ഉണ്ടാവില്ലേന്ന് ചോദിച്ചത്. എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ABC ഇല്ലേ? ഓക്കെ സാർ, ക്ലിയർ ആയി. ഓക്കെ, ഇന്നിത് മതി. പിന്നെ നാളെ 10 മണി വരെ ഉണ്ടാവും കേട്ടോ ക്ലാസ്. 2 ഷിഫ്റ്റ് ആയിട്ട് ഇടയ്ക്ക് ബ്രേക്ക് തരാം. വേറെ ഒന്നുമില്ല. ഇന്നിത് മതി. ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. ഉന്നയിച്ച ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? മാഹിറിനോ? ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവരാണോ നിൽക്കുന്നത്? എന്തെങ്കിലും ഡൗട്ട്? മാഹിർ, ഹംന, ആബിദേ, എന്നോടാ ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞുതരാം. എന്നോട് ചോദിച്ചത് നമ്മൾ രാവിലെ ചെയ്തത് മനസ്സിലായി. ചെറിയ ക്ലൂ